നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. പ്രതിഷേധിച്ച് പുറത്ത്. ബംഗാളിലെ കോൺഗ്രസ് സഖ്യ വിഷയത്തിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ നാടകീയ രംഗങ്ങൾ. മുതിർന്ന നേതാവ് ജഗ്മതി സാങ്വാൻ കേന്ദ്ര കമ്മിറ്റി അംഗത്വം രാജിവെച്ചു. ബംഗാളിലേത് പാർട്ടി നയങ്ങളുടെ ഗുരുതര ലംഘനമെന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പക്ഷം ഒളിച്ചു കളിക്കുന്നുവെന്നും ജഗ്മതിയുടെ വൈകാരിക മറുപടി. അതിനിടെ എതിർപ്പ് പരസ്യമാക്കിയ ജഗ്മതിയെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അച്ചടക്ക നടപടി അറിയിച്ചത് വാർത്താക്കുറിപ്പിലൂടെ. ബംഗാൾ ഘടകം പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിച്ചെന്ന് സീതാറാം യെച്ചൂരി. തെറ്റിതിരുത്തി നേതാക്കൾ മുന്നോട്ടു പോകണമെന്നും ജനറൽ സെക്രട്ടറി. ബംഗാളിൽ അടവു നയത്തിന് വിരുദ്ധമായി സഖ്യമുണ്ടാക്കിയതിൽ സംസ്ഥാന ഘടകത്തിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. എന്നാൽ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ നയരേഖയ്ക്കെതിരായ കൂട്ടുകെട്ടിൽ നടപടി പരസ്യശാസനയിൽ ഒതുക്കിയതിനെ തുടർന്ന്. അതേസമയം മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനം. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ഉൽപ്പന്ന സേവന നികുതി ബില്ലിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും സീതാറാം യെച്ചൂരി. പ്രതിയെ തിരിച്ചറിഞ്ഞു. പെരുമ്പാവൂർ കൊലക്കേസ് പ്രതി അമിയുൽ ഇസ്ലാമിനെ ജിഷയുടെ അയൽവാസി തിരിച്ചറിഞ്ഞു. കാക്കനാട്ടെ ജില്ലാ ജയിലിൽ വച്ച് നടന്ന തിരിച്ചറിയൽ പരേഡിൽ അമിയെ തിരിച്ചറിഞ്ഞത് സമീപവാസി ശ്രീലേഖ. പ്രതിയെ പരേഡിന് വിധേയനാക്കിയത് കുന്നുംപുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ. വിശദമായ ചോദ്യം ചെയ്യലിനായി അമിയെ അന്വേഷണ സംഘം നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി പോലീസ് കോടതിയെ സമീപിച്ചു. കൊല നടത്തിയത് അമിയുൾ ഒറ്റയ്ക്കാണെന്ന് നേരത്തെ മൊഴി നൽകിയിരുന്നുവെങ്കിലും സാഹചര്യ തെളിവുകൾ കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് അന്വേഷണ സംഘം. ഉദാരമാക്കി മോദി. വിദേശ നിക്ഷേപ നയത്തിൽ അടിമുടി മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വ്യോമയാന, പ്രതിരോധ, വ്യാപാര മേഖലകളിൽ 100% വരെ വിദേശ നിക്ഷേപത്തിന് അനുമതി. ഔഷധ മേഖലയിൽ 74% വരെ നിക്ഷേപമാകാം. നിർണായക തീരുമാനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. തീരുമാനത്തോടെ സർക്കാർ അംഗീകാരം ലഭിച്ചിട്ടുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ RBIയുടെ അനുമതി തേടേണ്ടതില്ല. FDI വ്യവസ്ഥകളിൽ മോദി സർക്കാർ മാറ്റം വരുത്തുന്നത് ഇത് രണ്ടാം തവണ. വിദേശ നിക്ഷേപ പരിധി ഉയർത്തുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനെന്ന് പ്രധാനമന്ത്രി. തീരുമാനത്തോടെ അടിസ്ഥാന സൗകര്യം വർദ്ധിക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നും മോദി. ചർച്ചയില്ലെന്ന് ചൈന. ആണവ വിതരണ രാജ്യങ്ങളുടെ പട്ടികയിലെ ഇന്ത്യൻ അംഗത്വത്തിൽ നിലപാട് മാറ്റി ചൈന. അടുത്ത വെള്ളിയാഴ്ച സോളിൽ നടക്കാനിരിക്കുന്ന NSC പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ NSC അംഗത്വം അജണ്ടയിലില്ലെന്ന് പ്രഖ്യാപനം. നിലപാട് ഇന്ത്യയുടെ NSC പ്രവേശനത്തിന് ചൈനയ്ക്ക് എതിർപ്പില്ലെന്ന സുഷമ സ്വരാജിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. എന്നാൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവയ്ക്കാത്ത രാജ്യങ്ങളെ NSCയിൽ ഉൾപ്പെടുത്തുന്നതിൽ അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ്. ആണവ വിതരണ ഗ്രൂപ്പിൽ പിന്തുണ തേടി വികാസ് സ്വരൂപ് ചൈന സന്ദർശിച്ചത് കഴിഞ്ഞയാഴ്ച. ഇന്ത്യയുടെ നീക്കത്തെ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട വികാസ് ചൈനയിലെ നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.